ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു അടുക്കള വിശേഷമായിട്ട്. ഇന്ന് കുക്കിംഗ് അല്ല കേട്ടാ, കുറെ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തായാലും ഇത് ഒരു എന്താ പറയാ അൽക്കൊലത്ത് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വാൾ ഷെൽഫിന്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേന് ഒരുപാട് പേര് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വാളിലുണ്ടല്ലോ ഇത്രയും ആ ഒരു സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടാ. കാരണം അവിടെ അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാൻ കണ്ടപ്പോഴേക്കും എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ച് ഭംഗിയാക്കിയിട്ട് കണ്ട് രസിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തപ്പണേണ്ട ഇവിടെയൊക്കെ എന്തൊക്കെ ഒട്ടിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കണേനെ. അപ്പൊ ഈ ഒരു സ്പേസിലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ആക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ചെറിയ ഷെൽഫൊന്നും വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഓൾറെഡി നമുക്കൊരു ഷെൽഫ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ഒരു ഷെൽഫിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അൽക്കൊലത്ത് മീഷോന്ന് കിട്ടാതിരിക്കത്തില്ല. അപ്പൊ ഞാൻ നേരെ മീഷോ എടുത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ എനിക്ക് അധികം താമസമില്ലാണ്ട് തന്നെ വെക്കാൻ കിട്ടിയേട്ടാ ഈ ഒരു വോൾ സ്റ്റിക്കർ. അത് ഇങ്ങനത്തെ ടൈപ്പൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടാ. അപ്പൊ കിച്ചണിൽ വെക്കാൻ പറ്റിയിട്ടുള്ളത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്കിത് ഈ മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തപ്പി 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 വന്നപ്പോഴേക്കും എനിക്ക് ഒരെണ്ണം കിട്ടി ഗൈസ്. ഈ മീശക്കാരന്മാരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതെന്തോ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയും, എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഞാനത് വരുത്തിച്ചു കേട്ടോ. ടാങ് അപ്പത്തേനും ഇതിനൊരു 130 അത്രയും കണ്ടൊക്കെ റേഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലേ. ഇതിൽ ഒട്ടിക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഇതിന്റെ ബാക്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി. ഇനി ഇത് പറിച്ചെടുക്കാനായിട്ട് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എന്തായാലും അവിടെ ഒട്ടിയിരുന്നോളും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ക്യൂട്ട്, ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനമായിരുന്നേ. അപ്പൊ പിന്നെ ഇതിന്റെ ആ ഒരു ഷേപ്പ് ആണെങ്കിലും നമ്മുടെ മറ്റേ എന്താ പറയണത് ചട്ടകത്തിന്റെയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ട് അടുക്കളയിൽ വെക്കാലോ. അപ്പൊ അങ്ങനെ ഇതല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും വെക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ എന്തായാലും പറയണം കേട്ടോ. പിന്നെ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.